വടകരയിലെ വിദ്യാർത്ഥികളുടെ ബൈക്ക് മോഷണ കേസിൽ 2 പേർ കൂടി പിടിയിലായിട്ടുണ്ട് എന്നൊരു വിവരം. അപ്പോൾ ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ആകെ പിടിയിലായ വിദ്യാർത്ഥികളുടെ എണ്ണം 7ആയി. 7 ബൈക്കുകളും പോലീസ് ഇതിനിടയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്ന ഈ വാർത്ത വലിയ ചർച്ചയായിരുന്നു. അത് സ്കൂൾ കുട്ടികളാണ്, അവരിങ്ങനെ ബൈക്കുകൾ മോഷ്ടിക്കുന്നു, പണം കണ്ടെത്താൻ വേണ്ടിയാണ്. ഈ പണം എന്തിനുപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. എന്താണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം, അഭിജിത്ത്? വിജയകുമാർ, ഈ 9ലും 10ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബൈക്ക് മോഷണത്തിന്റെ കഥ ഞെട്ടലോടെ തന്നെയാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസം 5 വിദ്യാർത്ഥികൾ പോലീസിന്റെ പിടിയിലായി. ഇന്നിപ്പോൾ 2 പേരെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. അവർ 10ലും +2ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. വടകരയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ സ്കൂളുകളിലാണ് അവർ പഠിക്കുന്നത്. ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ബൈക്ക് മോഷണത്തിന്റെ പിന്നിലുണ്ട്, അതിന്റെ പുറകിലുണ്ട് എന്ന് തന്നെ പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഈ വടകരയിലും സമീപ പ്രദേശങ്ങളിലുമായി നിരന്തരം ബൈക്ക് മോഷണം പോകുന്നു എന്ന പരാതി ഉയർന്നു വന്നപ്പോഴാണ് പോലീസ് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളായ മോഷ്ടാക്കളിലേക്ക് അന്വേഷണം കൊണ്ടുചെന്നെത്തുന്നത്. 5 പേർ കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുണ്ട്. ഇവർ ഈ വാഹനമൊക്കെ മോഷ്ടിക്കുന്നത് വിൽക്കാനല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അവരവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കായാണ് വാഹനം മോഷ്ടിക്കുന്നത്, മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ മോഷ്ടിക്കുന്ന വാഹനങ്ങൾ അവർ രൂപമാറ്റം വരുത്തും, അതിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റും, അതിനൊരു വ്യാജ നമ്പർ പ്ലേറ്റ് അതിന് ഘടിപ്പിക്കും. ഇവർ ഈ വാഹനവുമായി വീട്ടിലേക്ക് പോകുന്നില്ല. അതിനാൽ തന്നെ രക്ഷിതാക്കൾ ഇങ്ങനെ തങ്ങളുടെ മക്കൾ ഇങ്ങനെ ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയുന്നതേയില്ല. ഇനിയിപ്പോൾ അഥവാ ഈ ബൈക്കിന് എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംബന്ധിച്ചാൽ, അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് എവിടെ വെച്ചാണോ കേടുപാടുണ്ടാകുന്നത് അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഇവരുടെ രീതി. ഏതായാലും ഒടുവിൽ പോലീസ് ഇപ്പോൾ 7 പേരെ പിടികൂടിയിട്ടുണ്ട്. 7 വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം പിടികൂടിയ വിദ്യാർത്ഥികളെ ജുവനൈൽ ഹോമിന് മുന്നിൽ ഹാജരാക്കി അതിനുശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചിരുന്നു. ഇന്നിപ്പോൾ 2 വിദ്യാർത്ഥികൾ കൂടിയാണ് പിടിയിലായത്. അവരെയും അതുപോലെ തന്നെ ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരും. കൂടുതൽ പേർ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. വിജയകുമാർ. യെസ്, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് സ്കൂൾ കുട്ടികൾ, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ സ്വന്തം ആവശ്യത്തിന് ബൈക്ക് മോഷ്ടിക്കുക, രൂപമാറ്റം വരുത്തുക, വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കാം, ലൈസൻസ് ഒന്നുമില്ല സ്വാഭാവികമായും. അങ്ങനെ കുറച്ച് കുട്ടികൾ, അവരുടെ ഒരു സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്.